ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ത്രെഡ് താഴെ നിന്നും കുത്തിയെടുത്ത് നമ്മൾ ഓപ്പോസിറ്റായിട്ടൊരു കുഞ്ഞ് ചെയിൻ ഇടണം. ഇപ്പോൾ അവിടെ ഒരു ലോക്കായത്. പിന്നെ സാധാരണ നമ്മൾ ചെയിൻ ഇട്ട് പോകണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ നോട്ട് എങ്ങനെ ഇടാമെന്ന് പഠിച്ചുവല്ലോ. ഇനി നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇനി ഞാൻ സെറി ത്രെഡിൽ കാണിച്ചു തരാം. ത്രെഡ് മുകളിലേക്ക് പൊക്കിയെടുത്ത് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ലോക്ക് വീണു അവിടെ. ആദ്യം തന്നെ ത്രെഡ് പൊക്കിയെടുക്കുക. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യണ്ട, അല്ലാതെ തന്നെ ചെയിനിട്ട് പോകണം. സ്ക്വയർ ആയതുകൊണ്ടാണ്. ഇനി കോർണർ എത്തുമ്പോൾ അവിടെ ഒരു ചെയിൻ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞൊരു ചെയിൻ ഇടുക. അപ്പോൾ അവിടെ ലോക്ക് വീണു. നമുക്ക് എങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞ് ചെയിൻ ഇടുക. ഇതുപോലെ. അവിടെ ഇപ്പം ലോക്ക് വീണു. എല്ലാ കോർണറും നമുക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഏതൊരു ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പിക്ചറിൻ്റെ കോർണർ നമുക്ക് ഇതുപോലെയാണ് ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്ത കോർണർ എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോളൂ. ചെയിനിടൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ചെയിനിട്ട് അവിടെ ലോക്ക് വീഴ്ത്തുക. ഇനി ആദ്യം നമ്മൾ ലോക്ക് ചെയ്തില്ലായിരുന്നല്ലോ, അതെന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട ചെയിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി ഈ ഒരു ഷേപ്പിൽ കാണിച്ചു തരാം. കുഞ്ഞൊരു സ്റ്റിച്ച് ഇടണം. അപ്പോൾ അവിടെ ലോക്ക് വീണു.